നിന്റെ ജീവിതം തുടങ്ങിയപ്പോഴേ അവസാനിച്ചതിന് കാരണം ആ തുണിക്കച്ചവടക്കാരിയാ. ഒരവസരവും അവള് വെറുതെ കളഞ്ഞില്ല. എല്ലാം മുതലെടുത്തു. ശ്രേയായിട്ടുള്ള നിന്റെ കല്യാണം നടക്കാതിരിക്കാൻ അവൾ എന്തൊക്കെ ചെയ്തു. പക്ഷേ അവിടെ നമ്മൾ വിജയിച്ചു. അതവക്ക് സഹിച്ചില്ല. നീയും ശ്രേയയും ഒരുമിച്ച് ജീവിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാ നിങ്ങളുടെ പിന്നാലെ അവള് വാഗമണിലേക്ക് വന്നത്. അതെ, ബുദ്ധിപരമായി കളിച്ചവള് മേഡത്തിന് എന്നോട് വെറുപ്പുണ്ടാക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. അവളെ വെറുതെ വിടരുത്. വീട്ടിൽ ചെന്ന് അവളെ കരയിപ്പിക്കണം. പൊട്ടി പൊട്ടി കരയിപ്പിക്കണം. സ്പീഡിൽ പോടാ. മോളെ, നീ എടുത്ത തീരുമാനം, ചാടിയെടുത്ത തീരുമാനം ശരിയാണോ എന്നൊരു സംശയം. മനസ്സിലായില്ല. അരവിന്ദിനോടും ഹേമയോടും ദേഷ്യപ്പെട്ടതൊക്കെ നല്ലതാ. പക്ഷേ അവര് നിന്നോട് മാപ്പ് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ വന്നതല്ലേ? ഇപ്പൊ തന്നെ പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നില്ലേ? അത് ചെയ്യാതെ കൂടുതൽ വഷളാക്കി ധൃതി വെച്ച് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കണ്ടായിരുന്നു. ധൃതി വെച്ച ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തതല്ല. പിന്നെ അരവിന്ദനെ നിനക്കറിയാലോ, 6 അടി പൊക്കം ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധി കുറവാ. നിന്നെ വേണ്ടാന്ന് തീരുമാനമെടുത്ത് ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട പിന്നെ നീ എന്ത് ചെയ്യും? നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ ചിരിക്കുന്നത്? കോമഡി പറഞ്ഞാൽ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ മമ്മി? നിന്റെ ജീവിതം എന്താകുന്ന ടെൻഷനിൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്കത് തമാശയാണോ? മമ്മിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്റെ ജീവിതത്തെ പറ്റിയുള്ള ആശങ്ക കൊണ്ടും ചോദിച്ചതായിരിക്കും. ഓക്കെ. പക്ഷേ ഡിവോഴ്സ് പേപ്പറിൽ അരവിന്ദ് ഒപ്പിടുന്നു പറഞ്ഞത് കോമഡി തന്നെയാ. മമ്മി വിചാരിക്കുന്നത് പോലെ അരവിന്ദ് എനിക്ക് ഡിവോഴ്സ് തരില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. ഡിവോഴ്സ് ഡ്രാമ ഞാൻ കളിച്ചത് ഇനി അങ്ങോട്ട് അവൻ എന്റെ കാലിൽ ഒരു നായയെ പോലെ കിടക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ അരവിന്ദിന് കൊടുത്തത് മമ്മിക്കൊരു ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും. എനിക്ക് അത് വെറും പേപ്പറാ. എന്നാ അരവിന്ദന് അതൊരു പ്രളയവാ. സർവ്വതും നശിച്ചൊടുക്കാൻ പോകുന്ന പ്രളയം. അതിന്റെ എഫക്റ്റ് ആയിരപ്പറയിലുണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എടുത്തു നോക്ക്. സന്തോഷിക്കാനുള്ള വലിയ വകയുണ്ട് ഇതില്. ഏമ, ഞാൻ പൊട്ടനൊന്നുമല്ല. പതിയെ പറഞ്ഞാലും കേൾക്കാം. എന്താ ഇതിന്റെ പ്രശ്നം? നിങ്ങളെ കല്യാണം കഴിച്ചതാ എന്റെ പ്രശ്നം. മൂത്ത മകനായി അരവിന്ദ് ജനിച്ചില്ലേ, അതാണ് പ്രശ്നം. ഇതുവരെ എനിക്കോ ഇവരോ ഒരു നല്ല കാര്യവും നടന്നിട്ടില്ല. ഇതൊരു നല്ല തമാശയാണല്ലോ ഏമേ. ഞാൻ പറയേണ്ടതൊക്കെ നീ തന്നെ പറഞ്ഞു. നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ചതിലും അതിൽ ഇവനെ പോലെ ഒരുത്തനുണ്ടായതിനും ഞാനാ തോറ്റ് തല കുനിച്ച് കുമ്പിട്ട് നിൽക്കേണ്ടത്. എടോ, അധികം വായിട്ടലക്കല്ലേ. ഞാൻ എന്താ ചെയ്തത് എന്നോട്? നിങ്ങൾ
കെട്ടാൻ പറഞ്ഞു, പക്ഷെ കെട്ടിയില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആനയടിക്കാൻ നോക്കുന്നോ? നിങ്ങൾ രണ്ടും കൂടെയാ എന്റെ ജീവിതം കീറി മുറിച്ചത്. നിന്റെ ഭാര്യ ഇറങ്ങി പോയതിന് അച്ഛനോടും എന്റെ ഭാര്യയോടും പരാക്രമം വേണ്ട. അത് നല്ലതിനല്ല. ഇപ്പൊ ഞാനും നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത്. എന്റെ ഭാര്യ ഡിവോഴ്സോടി തന്നു. കാണാ കാണ്. ഇവിടെ ഈ താഴെ കിടക്കുന്നത് ഡിവോഴ്സ് നോട്ടീസ് മാത്രമല്ല, എന്റെ ജീവിതമാ. നോട്ടീസ് കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ ജീവിതം ഒന്നും ഇല്ലാതാൻ പോകുന്നില്ല. നീ ഒന്നും മനസ്സിലാക്കാതെ ബ്രോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അനിയാ മതിയടാ. നിന്നെ നിന്റെ ഭാര്യയും പിന്നെ തന്തേന്ന് പറഞ്ഞ് നടക്കുന്ന ഇയാളെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ കല്യാണത്തിന്റെ സമയത്ത് എല്ലാത്തിനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഹണിമൂണിന് പോയപ്പോ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത് മുതലെടുത്തു. പൊന്നു മോളെ, നീയാത് മുതലെടുത്തത്. ദാ കണ്ടില്ലേ, ഡിവോഴ്സിൽ എത്തിച്ചു. എനിക്കിട്ടങ്ങ് താങ്ങി നീ. കൊള്ളാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാ, അരവിന്ദേട്ടാ ഒന്നും പറയണ്ട. ബാലമാമൻ അരവിന്ദേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറ. ബാലമാമനെ കുറ്റപ്പെടുത്തണ്ട. ചാരുമോളെ, ഇത് കുറ്റപ്പെടുത്തലല്ലോ. ആ രാക്ഷസി ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ ചിരിയാ വന്നത്. ചിരിക്കട്ടെ, ചിരിക്കാം. അയ്യോ, ചിരിക്കല്ല, എന്താ ചെയ്യാ. ബാലമാമ ചിരിക്കാതെ. മോളെ, ആ ചീഫ് എഞ്ചിനീയർ പെണ്ണ് റൈറ്റ് ടൈമിൽ ചെയ്യേണ്ടത് ചെയ്തു. തള്ളയ്ക്കും മോനും കിട്ടേണ്ടത് കിട്ടി. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്. അച്ഛാ, എന്തൊക്കെ നടക്കരുതെന്ന് വിചാരിച്ചോ അതെല്ലാം നടന്നു.